നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് മുന്നണികളെല്ലാം. ഇത്തവണ സ്ഥാനാർത്ഥികളെ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കിട്ടുമെന്ന് ഉറപ്പുള്ള BJPയുടെ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏകദേശം സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ളതിൽ ധാരണ വന്നിട്ടുണ്ട്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ കൂടി ആവശ്യം മാത്രമേ ഉള്ളൂ. 11-ാം തീയതി കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത് ഷാ കേരളത്തിലെത്തുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെത്തുന്നുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ ആരൊക്കെയായിരിക്കും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ BJP പാളയത്തിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു വിജയം നേടാനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില സീറ്റുകളിൽ വോട്ട് ചോർച്ച ഉണ്ടായതും BJPയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇനി കോൺഗ്രസിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന് വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പ് ലക്ഷ്യ 2026 സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്തവണയും കോൺഗ്രസിനെ സംബന്ധിച്ചും പല പ്രശ്നങ്ങളും ഉണ്ട്. അവരെ ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടാകുന്ന വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിലേക്ക് വലിയ രീതിയിൽ ഒരു ഫോക്കസ് കൊടുക്കാതെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ ഒരുക്കുന്നത്. ഇത് വെറും UDF അല്ലെന്നും ടീം UDF ആണെന്നാണ് കേരളം കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉയരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെ ഊർജ്ജസ്വലനായിട്ട് തൻ്റെ അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ ടീം UDF ആയി നേരിടാനായിട്ട് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ UDF പ്ലാറ്റ്ഫോമിലെത്തും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി കൊള്ള നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. LDF സർക്കാരിനെ താഴെ ഇറക്കാൻ UDFനേക്കാൾ ആഗ്രഹിക്കുന്നതും കേരളത്തിലെ ജനങ്ങളാണ്. UDF അടിത്തറ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് 100 സീറ്റ് എന്ന ലക്ഷ്യം വെച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കമുണ്ടെന്ന പ്രചാരണം CPM തന്ത്രമാണ്. മുഖ്യമന്ത്രി ആര് എന്നതും കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കും. അതിൽ ഒരാൾ പോലും തർക്കിക്കില്ലെന്നും പാർട്ടിക്ക് നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഈ പ്രചാരണമെന്ന് VD സതീശൻ പറഞ്ഞു. LDF ശിഥിലമായിരിക്കുകയാണെന്നും KPCC ടീമിന്റെ ചരിത്ര നിയോഗമാണിതെന്നും കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തുമെന്നും VD സതീശൻ പറഞ്ഞു. പ്രസംഗശേഷം നേതാക്കൾ ഒന്നാകെ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗത്തിന് ശേഷം അഭിനന്ദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-അധികം സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. 85 സീറ്റ് ഉറപ്പാണെന്ന് വയനാട്ടിൽ നടന്ന നേതൃയോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുനിൽ കനകോലുവിന്റെ നിർദ്ദേശങ്ങളിലും ചർച്ച നടന്നു. ശബരിമല തൊഴിലുറപ്പ് അട്ടിമറിയിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്താനും തീരുമാനമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 90-ലേറെ സീറ്റ് ലഭിക്കാൻ സാധ്യതയെന്നും സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം നിലനിർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ക്യാമ്പിന്റെ ഭാഗമായി നടന്ന KPCC രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിലാണ് കനകോലു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാവണം, LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയസാധ്യതയുണ്ട് എന്നതടക്കം വിശദമായ പഠന റിപ്പോർട്ടാണ് കനകോലു അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 100-ലേറെ സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ സൂചിപ്പിച്ചത്. 85 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ. അധികാരം പിടിക്കുക ലക്ഷ്യമിട്ട് മിഷൻ 2026 എന്ന പേരിലുള്ള കർമ്മ പദ്ധതി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചു. ജനുവരി മുതലുള്ള മാസങ്ങൾ രാപ്പകൽ സമരമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് ബിൽ ഭേദഗതിക്കെതിരെ കേന്ദ്രത്തിനെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രക്ഷോഭം നടത്തും. SIRൽ കോൺഗ്രസ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കച്ചമുറുക്കി കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ്. പ്രക്ഷോഭങ്ങൾക്കടക്കം തുടക്കം കുറിച്ചും പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്തിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. രാഷ്ട്രീയ തന്ത്രങ്ങൾ
തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 19 കോൺഗ്രസിന്റെ മെഗാ പഞ്ചായത്ത് നടക്കും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് പ്രതിനിധികളുടെയും സംഗമമാണിത്. രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ എത്തുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു. ജനുവരി 13, 14 തീയതികളിൽ തിരുവനന്തപുരത്തും രാപ്പകൽ സമരം സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര ഇടപെടലിനെതിരെയാണ് സമരം. ജനുവരി 15, 16 തീയതികളിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെയും BLOമാരുടെയും യോഗങ്ങൾ നടക്കും. ഇതിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ പ്രക്ഷോഭത്തിനും തീരുമാനമുണ്ട്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം നിയമസഭയിലേക്കും മറ്റു 13 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉടൻ കേരളം സന്ദർശിക്കുമെന്നും കെ സി വേണുഗോപാലും അറിയിച്ചു. കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റി പട്ടിക നൽകും. ജനുവരി മാസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. സുനിൽ കനകോലുവിന്റെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. കോൺഗ്രസ് സാമ്പത്തിക പ്രതിസന്ധിയുള്ള പാർട്ടിയാണെന്നും എല്ലാവരും തേങ്ങ ചിരകുമ്പോൾ ഞങ്ങൾ ചിരട്ടെയെങ്കിലും ചിരകട്ടെ എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ശശി തരൂർ പാർട്ടി ലൈനിൽ നിൽക്കുന്നതിൽ അതിയായ സന്തോഷം. പാർട്ടി ഐക്യമാണ് നാട് ആവശ്യപ്പെടുന്നത്. ഐക്യത്തിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് അധോഗതിയാണ്. വ്യക്തിപരമായല്ല വിമർശനം ഉന്നയിക്കുന്നത്. പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് വിമർശിക്കുന്നത്. ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട നേതാവാണ്. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുന്നത് ശ്രദ്ധിക്കണമെന്നും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ശശി തരൂരിനെ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കുന്നത്. ഇലക്ഷനും ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനുശേഷമുള്ള വളരെ ചൂടേറിയ പ്രചാരണങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വവും ഇവിടെ തയ്യാറെടുക്കുന്നത്.